പക്ഷെ ദൈവമേ ടീച്ചർ എത്രയും വേഗം ക്ലീറ്റോനെ അതൊന്ന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കും. പ്ലാത്താങ്കര പള്ളിയിൽ 1000 മെഴുകുതിരിയാ ഞാൻ നേർന്നേക്കുന്നത്. ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരായാലും അവരുടെ തല പൊട്ടിച്ചടിക്കും. എന്താണ് നീ പറയണത് എന്റെ റൊണാൾഡോ? എന്തിനാ ഇങ്ങനെ തലയ്ക്ക് നട്ടപ്രായപ്രാകുന്നത്? പിന്നെ അവര് മനുഷ്യരല്ലേ, അവർക്കും ഉണ്ടാവില്ലേ വേദനയും വിഷമമൊക്കെ, അവർക്ക് മക്കളുള്ളതല്ലേ. ആ വേദന വിഷമവും മക്കളും ഉള്ളവർ ഈ പാവം പിടിച്ചവൻ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേരെ എത്ര വർഷം കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കുന്നത്? അങ്ങേരെ എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തണ്ടേ? പക്ഷെ അവരുടെ മാനസികാവസ്ഥ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ അങ്ങനെ പറയരുത്. ഇങ്ങനെ പറയും, കേസ് കൊടുക്കും. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്. മച്ചമ്പി MP ആയിരുന്നെങ്കിൽ ഞാൻ ആരാ? PA. നമ്മുടെ ഫാമിലിയുടെ സെറ്റപ്പ് മാറുമോ? സെറ്റപ്പ് മാറിയാൽ മാറും. സെറ്റപ്പ് മാറും. ആ കണ്ടോ, മാറും. കേരളം ഞെട്ടാൻ പോകുന്ന ഒരു വാർത്ത ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കേൾക്കാം. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലേ. അങ്ങനെ അനുമതിക്കാനാണ്. എടി വഞ്ചകി, നീയും നിന്റെ ആങ്ങളെ കൂടെ ചേർന്നാണല്ലേ അപ്പൊ എന്റെ MP സ്ഥാനം കളഞ്ഞത്? മിസ്സസ് തങ്കങ്ങളിഡസ്. ക്ലീറ്റോ ഞാൻ അറിയാതെ മറ്റേത് അറിയാതെ സാമ്പാർ പൊടി ആന്ന് വിചാരിച്ചിട്ട് മല്ലിപ്പൊടി എടുത്തിട്ട്. പിന്നെ ക്ലീറ്റോ എന്ന് പറഞ്ഞത് നീ കേൾക്കാത്ത കാര്യം പറയാൻ കേട്ടോ. അല്ല പിന്നെ 100 കൂട്ടം പണിയുള്ളപ്പോഴാണ് വർത്താനം. പണികൾ പെട്ടെന്ന് ആയിക്കും. നല്ല വിശപ്പുണ്ട്, ഞാൻ പെട്ടെന്ന് വരാം. എന്താണ് എന്തോ കള്ളത്തരം പെട്ടെന്ന് കണ്ടുപിടിച്ച പോലൊരു മുഖഭാവം എന്റെ മുഖത്തോ? നിങ്ങളുടെ ആങ്ങളുടെയും പെങ്ങളുടെയും കണ്ണ് കൊണ്ടുവന്ന് ആദ്യം എവിടെയെങ്കിലും കൊണ്ടുവന്ന് കാണിക്കുക. ക്ലീറ്റോ മച്ചമ്പിയെ കുറിച്ച് ആലോചിക്കാറില്ലേ? എന്റെ ക്ലീറ്റോനെ പറ്റി ഞാനല്ലാതെ പിന്നെ ആരാ ആലോചിക്കുന്നത്? നീ ആലോചിക്കും. എന്നിട്ടാണോ പെണ്ണുപിള്ള നിങ്ങളെ പുന്നാര ആങ്ങളുടെ ആ പാവത്തിനൊന്നൊരു MP സ്ഥാനം കൊണ്ട് കളഞ്ഞത്? എന്താണ് എന്താ പറഞ്ഞ? കുറെ ആങ്ങളെയും പെങ്ങളോട് ഇന്ന് പ്ലാൻ ചെയ്തായിരിക്കും ഞാൻ കേട്ട്. നിങ്ങൾ കാരണമല്ലേ അങ്ങനെ MP സ്ഥാനം പോയത്? ആണോ? അതൊക്കെ പറയടാ. നീ എന്തിനിങ്ങനെ ഒച്ചയെടുക്കും. അത്ര സങ്കടമുണ്ട്. അയ്യോ റൊണാൾഡോ, വേണ്ട. ഞാൻ റൂമിൽ കിടന്നുറങ്ങുമ്പോ എനിക്ക് വെളിയിലെ കക്കൂസി പോയി അപ്പിടാൻ തോന്നുന്നത് എന്റെ ഭാഗ്യം. അതുകൊണ്ട് ഈ ചതി മൊത്തം അറിഞ്ഞു. മക്കളെ ഒരു മക്കളും വേണ്ട. ഇത് ലോകം അറിയും, ക്ലീറ്റോ അറിയും, ലില്ലി അറിയും. കൂടത്തായി പോലെ ചതി ചെയ്യോ? എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ നീ ഇത് പുറത്ത് ആരോടും പറയരുത്. ആരോടും പറയത്തില്ല. പക്ഷെ ഞാൻ ക്ലീറ്റോ മച്ചമ്പി അറിയിക്കും. പറയരുത്. നിനക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന്. നിനക്ക് അറിയാൻ പാടില്ലല്ലോ. നീ കാര്യം അറിയാതെ അമ്പും തുമ്പും കേട്ട് നീ എടുത്തു ചാടരുത്. അല്ലേ ഇമാതിരി കുറ്റം ചെയ്യുന്നവർക്കെല്ലാം എന്തെങ്കിലും ന്യായീകരണം കാണും. കേക്കട്ടെ, ഇരി പറ. സ്വന്തം ഭർത്താവിനെ ചതിച്ച ഭാര്യയുടെ ന്യായീകരണം ഞാനൊന്ന് കേക്കട്ടെ. ചതിച്ചില്ല. എന്റെ ക്ലീറ്റോനെ ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നതാണ്. ഇതാണോ ഹൃദയം തുറന്ന് സ്നേഹം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ പാവം എത്ര നാളുകൊണ്ട് ഈ DDT പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷനിൽ വരട്ടെ. അങ്ങനെ MP ആയി ഞാൻ ആരാ? PA ആവോ? നമ്മുടെ ഫാമിലിയുടെ സെറ്റപ്പ് മാറുമോ? എല്ലാം ശരി, ഞാൻ എല്ലാം അംഗീകരിക്കുന്നു. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ക്ലീറ്റോ ജയിച്ചാലല്ലേ ഇതെല്ലാം ആവുള്ളൂ. മിണ്ടല്ലേടാ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ജയപരാജയങ്ങൾ ഇലക്ഷനിൽ പതിവാ. നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞ ന്യായീകരണം ഞാൻ കേട്ട പോലെ ക്ലീറ്റോ മച്ചമ്പി ഇരുന്ന് കേൾക്കണമെന്നുണ്ടോ? പറ. ഈ വിഷയം അങ്ങോട്ട് പറയുമ്പോൾ പേപ്പറിന്റെ കനവുള്ള മനസ്സിനുടമയാ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അതുകൊണ്ട് എന്റെ ഭീഷണിക്ക് നിങ്ങൾ വഴങ്ങിയേ പറ്റൂ. എന്ത് ഭീഷണി? ഞാൻ ആവശ്യപ്പെടുമ്പോൾ ചിക്കൻ, മട്ടൻ, എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ, പൈസ, അതെനിക്ക് കിട്ടണം. നീ ഇങ്ങനെ നനഞ്ഞിടം കുഴിക്കരുതട്ടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനുണ്ടില്ലെങ്കിൽ, എന്റെ ക്ലീറ്റോ ഉണ്ടില്ലെങ്കിൽ, എന്റെ മക്കളുണ്ടില്ലെങ്കിലും നിന്റെ വയറ് നിറയ്ക്കാൻ നന്നായി തങ്കം ചേട്ടത്തിനോട് നീ ഇത് തന്നെ പറയും. ഈ തങ്കം ചേട്ടത്തി തന്നെയാണോ സ്വന്തം ഭർത്താവിനെ ആരാണ്ടൊക്കെ വിളിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയത്?